എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ഹോ'ഓപ്പണോപ്പണോ എന്ന ഹവായിയൻ ഹീലിംഗ് ടെക്നിക്കിനെ കുറിച്ചൊന്ന് നോക്കാം. ഡോക്ടർ ഹ്യൂ ലെൻ എന്ന സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഹവായിയൻ ഹീലിംഗ് മെത്തേഡായ ഹോ'ഓപ്പണോപ്പണോ യൂസ് ചെയ്ത് ഹവായ് സ്റ്റേറ്റ് ഹോസ്പിറ്റലിലുള്ള മെൻ്റലി സുഖമില്ല എന്ന് പറഞ്ഞാൽ അവർ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന രോഗികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെ ഹീൽ ചെയ്തു എന്നാണ് പറയുന്നത്. പല ഡോക്ടർമാർക്കും അവരൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവിടെയുള്ള രോഗികളെ തമ്മിൽ ഉപദ്രവിക്കുകയും അവിടെയുള്ള നേഴ്സുമാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. നേഴ്സുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിക്ക് ലീവ് എടുത്തിട്ടൊക്കെ പോയിരുന്നവരായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള രോഗികളും അവിടെയുള്ള ജോലിക്കാരുമൊക്കെ അങ്ങനെ ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയിലുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് 1983-87 കാലഘട്ടത്തിൽ അങ്ങനെ ഹവായിയൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ ഹ്യൂ ലെൻ വരികയും ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് രോഗികളെ ഒന്നും പേഴ്സണലായി കാണുകയോ വിശേഷങ്ങൾ അന്വേഷിക്കുകയോ ഒന്നുമല്ല അദ്ദേഹം ചെയ്തത്. ഓരോ രോഗികളുടെയും ഫയൽ എടുക്കുകയും ആ ഫയൽ വായിച്ചു നോക്കി, ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകൾ, രോഗികൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനുള്ള കാരണം ഞാൻ തന്നെയാണ്, എന്നിൽ നിന്ന് പോയിട്ടുള്ള എന്തോ ഒരു എനർജിയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ആ ഡോക്ടർ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഹവായിയൻ ഹീലിംഗ് ടെക്നിക്കായ ഹോ'ഓപ്പണോപ്പണോയിലെ ആ 4 ലൈനുകൾ പറയുകയാണ് ചെയ്തത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. യൂണിവേഴ്സൽ ലോ ആയ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്, അതായത് ലോ ഓഫ് കർമ്മ, അതിൽ അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നല്ല അനുഭവത്തിലൂടെയോ ചീത്ത അനുഭവത്തിലൂടെയോ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനുള്ള കാരണം നമ്മളിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്ത് കാര്യത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിലൊരു കാരണമുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ആ കാര്യത്തെ ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം കാരണത്തെ ഹീൽ ചെയ്യുകയാണ് വേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവാറും പേർക്ക് തന്നെ അറിയാം ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ത് ആണ് എന്നുള്ളത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, നമ്മുടെ ആത്മാവിൽ എന്താണോ കാലങ്ങളായി പതിഞ്ഞു കിടക്കുന്നത്, നമ്മുടെ മെമ്മറി ആയി കിടക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതമായി റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് പല ആത്മീയ ആചാര്യന്മാർ മാത്രമല്ല ഇന്ന് പറയുന്നത്, സയൻറ്റിഫിക്കലി പോലും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സൈക്കോളജിസ്റ്റ് എല്ലാവരും തന്നെ ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണോ നമ്മൾക്ക് ആവശ്യമില്ലാത്ത മെമ്മറികളായി കിടക്കുന്നത് അതിനെ ഡിലീറ്റ് ചെയ്ത് അതിനെ മായ്ച്ച് കളഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഹീലിംഗ് ടെക്നിക്കിലൂടെ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഉപബോധ മനസ്സിൽ ഉള്ള പ്രശ്നങ്ങളെ, ആ പ്രശ്നങ്ങളായിട്ടുള്ള ഓർമ്മകളെ എടുത്തു മാറ്റാനും മനസ്സിനെ ശൂന്യമാക്കാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ആ ഡിവൈൻ പവറുമായി നമ്മൾ കണക്ട് ചെയ്യുകയും ആ ഡിവൈൻ പവറിന് മാത്രമേ ഇനി നമ്മുടെ ഉപബോധ മനസ്സിൽ, നമ്മുടെ ആത്മാവിനെ ക്ലെൻസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. മനസ്സ് ശൂന്യമാക്കി സമാധാനത്തോടെ ആകുമ്പോൾ ഡിവിനിറ്റി അതിലേക്ക് പ്രവേശിക്കും, പ്രശ്നക്കാരായ മെമ്മറിയെ ക്യാൻസലാക്കി കളയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാണ് അദ്ദേഹം ഹോ'ഓപ്പണോപ്പണോ എന്ന ഹീലിംഗ് മെത്തേഡ് ഉപയോഗിച്ചത്. അദ്ദേഹം ഡയറക്റ്റ് ഡിവൈനുമായിട്ടുള്ള ഡീലിംഗ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷനോടു കൂടി ഡിവൈനോട് പറയാ, ഐ ആം സോറി, എൻ്റെ ലൈഫിൽ ഈ പ്രശ്നം വരുവാനുള്ള കാരണം ഞാൻ തന്നെയാണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഫുൾ ഏറ്റെടുത്തിരിക്കുന്നു, അതിൽ ഞാൻ ഖേദിക്കുന്നു, ഐ ആം സോറി. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ,
ഞാനിങ്ങനെ പ്രശ്നമുണ്ടാക്കിയതിന് എന്നോട് ക്ഷമിക്കണം. പ്ലീസ് ഫോർഗിവ് മീ. എന്നോട് ക്ഷമിക്കണേ. ആ ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക ദൈവം ക്ഷമിച്ചു എന്നും ആ പ്രശ്നം ഹീൽ ചെയ്യപ്പെട്ടു എന്നും നമ്മൾ മനസ്സിലൊന്ന് കാണാം. ഹീൽ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ മനസ്സിലൊന്ന് കാണാം. പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രശ്നം പൂർണ്ണമായി മാറി. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. എൻ്റെ പ്രശ്നത്തെ ഫുള്ള് അവിടെ നിന്ന് മാറ്റി തന്നല്ലോ. താങ്ക് യു, ഐ ലവ് യു. ഞാൻ അവിടുത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് പറയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ പ്രശ്നക്കാരിയായ മെമ്മറി ഉണ്ടല്ലോ, അതങ്ങ് മാഞ്ഞു പോയിക്കോളും. ലൈഫിൽ നമ്മൾക്ക് ഹീൽ ചെയ്യപ്പെടേണ്ട ഭാഗം എന്ന് പറയുന്നത് ഹെൽത്ത് ആവാം, വെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, പിന്നെ പ്രൊഫഷണൽ ലൈഫും ആകാം. അപ്പോൾ നമ്മൾക്ക് ആ ഹീൽ ചെയ്യേണ്ടത് എന്താണോ അതിന് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ശരിയായ രീതിയിൽ നമ്മൾ സംരക്ഷിക്കാതെ ആകുമ്പോഴാണല്ലോ നമ്മൾക്ക് ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? മാനസികമായോ ശാരീരികമായോ അല്ലെങ്കിൽ സോഷ്യൽ നമ്മൾ ചുറ്റുപാട് കൊണ്ടുള്ളതോ എന്തോ ആകട്ടെ, നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ അല്ല ആത്മീയമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആകാം നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുക. അത് വരാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. നമ്മളിൽ നിന്ന് എന്തോ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നുള്ളത് ഏറ്റെടുത്തുകൊണ്ട് ഡിവൈനോട് പറയുക. ഡിവൈനെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുക, ഐ ആം സോറി. ഈ ഒരു കണ്ടീഷൻ ഞാൻ ഉണ്ടാക്കിയതിന് ദൈവമേ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയതിൽ ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാനതിൽ ഖേദിക്കുന്നു ദൈവമേ. പ്ലീസ് ഫോർഗിവ് മീ. നീ എന്നോട് ക്ഷമിക്കേ. അപ്പോൾ ക്ഷമിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിൽ കാണണം? നമ്മുടെ ആ ശരീരം, ആ സുഖം ഹീൽ ചെയ്യപ്പെടുന്നതായി മനസ്സിലൊന്ന് കാണാം. ദൈവത്തിൻ്റെ ആ പ്രകാശം നിറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ശരീരത്തിലേക്ക് ആ എനർജി പ്രവഹിക്കുകയും അതിനെ ഹീൽ ചെയ്യുന്നതായി മനസ്സിലൊന്ന് കണ്ട് ഫീൽ ചെയ്യുക. പ്ലീസ് ഫോർഗിവ് മീ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നുണ്ടെന്നും ആ രോഗത്തെ മാറുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലൊന്ന് കാണുക. എന്നിട്ട് പറയുക ദൈവത്തിനോട്, താങ്ക് യു എൻ്റെ രോഗം മാറ്റിത്തന്നതിന്. അങ്ങനെ തന്നെ പറയണം, എൻ്റെ രോഗം മാറ്റിത്തന്നതിന്. അപ്പോൾ ആരോഗ്യമുള്ള ആ ശരീരത്തെ കണ്ടുകൊണ്ട് പറയുക, ദൈവമേ ഐ ലവ് യു. ഇത്രയൊക്കെ എനിക്ക് ചെയ്തു തരുന്നതിന് ദൈവമേ അവിടുത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയാം. ഇനി റിലേഷൻഷിപ്പിലാണ് പ്രശ്നമെങ്കിൽ, ഏത് വ്യക്തിയുമായിട്ടാണോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളത്, അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തിനോട് പറയാം, ഞാനും ഈ വ്യക്തിയും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതിന് ഉള്ള കാരണം എന്താണോ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്നിൽ നിന്ന് എന്തോ ഒരു നെഗറ്റിവിറ്റി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? ആ കാരണത്തെ മാറ്റിക്കളയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ദൈവമേ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിൽ ദൈവമേ ഞാൻ ഖേദിക്കുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗിവ് മീ. നീ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു. ക്ഷമിച്ചതിനും എൻ്റെ ബന്ധത്തെ നല്ലതാക്കി തീർത്തതിനും ദൈവമേ നന്ദി. ഐ ലവ് യു. എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തരുന്ന ദൈവമേ അവിടുത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഇനി വെൽത്തിന് വേണ്ടി, പണത്തിന് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ, നമ്മൾക്ക് പണത്തിൻ്റെ സ്കേഴ്സിറ്റി, കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാനുള്ള കാരണവും നമ്മൾ തന്നെയാണ്. ഒരുപക്ഷെ ഉള്ള ധനത്തെ ശരിയായി വിനിയോഗിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ പണത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാത്തതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മളിൽ പണത്തിൻ്റെ കുറവുണ്ടാകുന്നതിനുള്ള കാരണം നമ്മൾ തന്നെയാണ്. ഒരു പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഇത്രയ്ക്കധികം പണം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഞാനെന്ന്. അപ്പോഴും അതൊരു നെഗറ്റിവിറ്റി തന്നെയാണ്. ഏത് നെഗറ്റിവിറ്റി ആണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുക. എന്നിട്ട് ദൈവത്തിനോട് പറയാം, ഐ ആം സോറി. ഞാൻ ഈ പണത്തിൻ്റെ കുറവ് അനുഭവിക്കാനുള്ള കാരണം ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി വന്നതിന് ഞാൻ ഖേദിക്കുന്നു. ദൈവമേ എന്നോട് ക്ഷമിക്കണം. പ്ലീസ് ഫോർഗിവ് മീ. എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ ക്ഷമിച്ചു എന്ന് കണ്ട്
നമ്മളിലേക്ക് ഇങ്ങനെ ധാരാളം പണം ഇങ്ങനെ പ്രപഞ്ചത്തിൽ നിന്നിങ്ങനെ 500 നോട്ട്സുകൾ ഇങ്ങനെ ഒരുപാട് നമ്മളിലേക്ക് ഇങ്ങനെ വീഴുന്നതായിട്ട് കാണാം. അങ്ങനെ മഴ പോലെ നമ്മളിലേക്ക് ഇങ്ങനെ വിതറി വിതറി വരുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണാം. എന്നിട്ട് ദൈവത്തോട് പറയാം, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. ഇങ്ങനെയാണ് ഹോപ്പോണോപ്പോണോ ചെയ്യേണ്ടത്. 108 തവണയെങ്കിലും ഒരു തവണ ഇരിക്കുമ്പോൾ, നിങ്ങളൊരു പ്രാവശ്യം ഹോപ്പോണോപ്പോണോ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ 108 തവണയെങ്കിലും പറയുക